ഇന്ന് നമുക്ക് ഒരു കണ്ണൂർ ചിക്കൻ ബിരിയാണി കണ്ടാലോ. വെൽക്കം ടു ഷിംസ് ഫ്ലെയിംസ്. ഈ പ്രിപ്പറേഷൻ എൻ്റെ മമ്മി വീട്ടിൽ ഉണ്ടാക്കുന്നത് പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്കറിയില്ല അത് സെയിം ആണോ എന്ന്, ബട്ട് ഞാൻ ഇതാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ എൻ്റെ കിഡ്ഡൂസിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആക്കുന്ന ബിരിയാണി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് അഭിപ്രായം പറയൂ പ്ലീസ്. ആദ്യം തന്നെ ചിക്കൻ നല്ലോണം ക്ലീൻ ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് ബോയിലർ ചിക്കനാണ്. അതിൽ ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾ ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ അതിലിത്തിരി പെപ്പർ പൊടി ഇടുക. അതും ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണൊക്കെ ഇടാം. പിന്നെ കേട് ഇടുക. കേട് ഒരു 1/2 കപ്പ് ഇടാം. അത് കഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 1/2 അവർ വെച്ച് വെയിറ്റ് ചെയ്യുക. പിന്നെ ഒരു പാനിൽ കുറച്ച് ഗീ ഇടുക. അത് നല്ലോണം മെൽട്ടായിട്ട് വരുമ്പോൾ അതിൽ കാഷ്യൂസ് ഇടുക. കാഷ്യൂസ് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അത് ഡെക്കറേഷന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കിസ്മിസ് ഇടുക. കിസ്മിസും അതൊന്ന് ബബിൾ ചെയ്ത് വരുമ്പോൾ അതും എടുത്ത് മാറ്റുക. പിന്നെ ഞങ്ങൾ ബിരിയാണിക്ക് വേണ്ടിയുള്ള ബെസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഡെക്കറേഷന് വേണ്ടി കുറച്ച് സവോള മതി. സവോള നേരിയതായി മുറിച്ചത് കുറച്ച് വാട്ടി അതിൽ ഒന്ന് വാട്ടിയെടുക്കണം. അതും ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ചെയ്യണം. കരിഞ്ഞു പോകരുത് കേട്ടോ. പിന്നെ അത് ഗാർണിഷിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ലോണം വാട്ടിയെടുത്ത് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. ഇപ്പോൾ നമ്മൾ കാഷ്യൂവും കിസ്മിസും ഈ ഫ്രൈഡ് ഓണിയനും റെഡിയായി. ഇനി നമുക്ക് മെറിനേറ്റഡ് ചിക്കൻ എടുക്കാം. ചിക്കൻ എടുത്ത് അത് ഒന്ന് കവർ ചെയ്യുക. കുക്കർ കവർ ചെയ്യുക. കുറേ ചിക്കൻ ഉണ്ടെങ്കിൽ ഒരു വിസിൽ വരാൻ കാത്ത് നിൽക്കേണ്ട. 1 കിലോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു വിസിൽ വെക്കാം. കൂളായതിന് ശേഷം ചിക്കൻ വെന്തോ എന്ന് തുറന്ന് നോക്കാം. പിന്നെ ഒരു പാനിൽ കുറച്ചും കൂടെ ബെസ്റ്റ് ഉണ്ടാക്കണം നമുക്ക്. അത് ബിരിയാണീൻ്റെ മസാലയിൽ ഇടാൻ വേണ്ടിയാണ്. നേരത്തെ ഫ്രൈ ചെയ്തതുപോലെ തന്നെ കുറച്ചും കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലോണം കുക്ക് ചെയ്ത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും എടുത്ത് മാറ്റി വയ്ക്കുക. അത് നമ്മളെ മസാലയ്ക്ക് വേണ്ടിയുള്ള ബെസ്റ്റയാണ്. ഇനി ഞങ്ങൾ ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല പ്രിപ്പയർ ചെയ്യാണ്. സവോള ഒരു 5-6 വേണം, നേരിയതായി സ്ലൈസ് ചെയ്തത് ഇടുക. എണ്ണ വേണമെങ്കിൽ കുറച്ചിടാം, വേണ്ടി വരത്തില്ല, എണ്ണ കുറച്ചിട്ടാൽ മതി. കുറച്ച് ഉപ്പ് ഇടുക. മീഡിയം ഫ്ലെയിമിൽ നല്ലോണം മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റ് ഇടുക. ഒരു 2 ടീസ്പൂണൊക്കെ മതി. അത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് പച്ചമുളക് ഇടാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 20-25 ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടുത്തെ പച്ചമുളകിന് എരിവ് കുറവായതുകൊണ്ട് ഞാൻ ഒരു 20-25 ഇട്ടു. അത് പിന്നെ ടൊമാറ്റോസ് ഇടുക. ടൊമാറ്റോസും അതുപോലെ തന്നെ കേടിൻ്റെ പുളി അനുസരിച്ച് ഇടാം. ഒരു 3-4 ഇടാം. അത് കഴിഞ്ഞ് കവർ ചെയ്ത് വെക്കണം. ടൊമാറ്റോസ് കുക്ക് ചെയ്യാൻ നല്ലോണം കവർ ചെയ്ത് ടൊമാറ്റോസ് നല്ലോണം മാഷി ആകില്ലേ, നല്ല സോഫ്റ്റായി, അതുപോലെ നല്ലോണം വാടി കിട്ടണം, എന്നാലേ ഞങ്ങളുടെ മസാല ശരിയാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഗരം മസാല ഇടുക. ഗരം മസാല മൂത്ത് വന്നു കഴിഞ്ഞാൽ മല്ലിയിലയും പുതിന ഇലയും ഇടുക. മല്ലിയിലയും പുതിന ഇലയും നല്ലോണം വാടി വരുമ്പോൾ അതിൽ ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുക. വേവിച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് കാണും, അപ്പോൾ അതും ഒഴിച്ച് നല്ലോണം ആ മസാല വറ്റി വരുന്നത് വരെ നല്ലോണം മൂപ്പിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കേട് ഇടുക. കേട് ടൊമാറ്റോയുടെ പുളി നോക്കി മാത്രം കേടിട്ടാൽ മതി. കേടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതും നല്ലോണം വറ്റി വന്നതിന് ശേഷം ബോയിൽ ചെയ്ത് ചിക്കൻ പീസസ് ഇടുക. ചിക്കൻ പീസസ് പതുക്കെ സ്ലോലി ഇളക്കി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ പിന്നെ പൊടിഞ്ഞു പോകും ചിക്കൻ. അതുകൊണ്ട് സോഫ്റ്റായിട്ട് വളരെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉപ്പ് വേണമെങ്കിൽ നോക്കുക. പിന്നെ കുറച്ചുകൂടെ ഗരം മസാല ഇടുക അതിൽ. അത് കഴിഞ്ഞ് കുറച്ച് നേരത്തെ ഞങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ച ബെസ്റ്റ് ഇടുക. കുറച്ച് അതിൽ പകുതി എടുത്ത് ഇതിൻ്റെ അകത്തിട്ട് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ചുകൂടെ പുതിനയും മല്ലിയിലയും ഒക്കെ ഇടുക. എന്നിട്ട് മസാല കുറച്ചും കൂടി ഒന്ന് നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കുക. അത് കുറച്ച് റെസ്റ്റ് ആവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ഒരു കണ്ടെയ്നറിൽ കുറച്ച് പശു നെയ്യും ഇതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഇടുക. ഗരം മസാല ഇടുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ അനീസ്, ബേ ലീഫ് ഒക്കെ ഇട്ട് ഒന്ന് നല്ലോണം മൂപ്പിക്കുക. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ 1 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു 6 കപ്പ് അരി നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു 5-6 മിനിറ്റ് ഒന്ന് ആവട്ടെ. അത് കഴിഞ്ഞ് തിളയ്ക്കുന്ന വെള്ളം ഒഴിക്കണം. വെള്ളം ഏകദേശം 1 കപ്പിന് 1.5 കപ്പ് വീതം അങ്ങനെയാണ് ഒഴിക്കേണ്ടത്.
വെട്ടി നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ലൈം ജ്യൂസ് ഇടുക, കവർ ചെയ്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് സ്ലോ ഫയറിൽ വെച്ച് ഒരു 15 to 20 മിനിറ്റ്സ് കവർ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത് കൈമ റൈസാണ്. നല്ലോണം റൈസ് വന്നിട്ടുണ്ട്, നല്ലോണം കുക്കായി നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതവിടെ കവർ ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ ദമ്മിടാൻ പോവുകയാണ്. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് പശു നെയ്യ് അതിൻ്റെ അടിയിലിടുക. എന്നിട്ട് ശേഷം റൈസ് സ്പ്രെഡ് ചെയ്യുക. റൈസ് എല്ലായിടത്തും ഇട്ടതിന് ശേഷം കുറച്ച് ഒന്ന് ഇളക്കി ഒന്ന് ഇതാക്കി ലെവൽ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മല്ലിയില, പുതിന ഇല ഇടുക, ഗരം മസാല പൊടി ഇടുക. കുറച്ച് ഗീ വേണമെങ്കിൽ ഇടാം, ഞാൻ ഇട്ടില്ല. ഞാൻ ലാസ്റ്റ് ലെയറിലാണ് ഗീ ഇടുന്നുള്ളൂ, ഇപ്പോൾ ഇടുന്നില്ല. പിന്നെ മല്ലിയില, പുതിന ഇല ഒക്കെ വിതറുക. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ബിസ്റ്റ് ഇടുക, കാഷ്യൂസ് ഇടുക, പിന്നെ കിസ്മിസ് ഇടുക. അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ചിക്കൻ കുറച്ച് എടുത്തിട്ട് ലെയർ ചെയ്യാം. ഈ പ്രോസസ്സ് തന്നെ 2 പ്രാവശ്യം നമുക്ക് ചിക്കൻ ക്വാണ്ടിറ്റി എത്രയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ലെയർ ചെയ്യാം. സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. എല്ലാ സ്ഥലത്തും റൈസ് ആകുന്ന വിധത്തിൽ ഇടണം, കവർ ചെയ്യണം നമുക്ക്. എന്നിട്ട് ഇതിപ്പോൾ ലാസ്റ്റ് ലെയറാണ്. ഞാൻ രണ്ടാമത്തെ ലെയർ ഇട്ടു, ഇത് ലാസ്റ്റ് ലെയറാണ്. ലാസ്റ്റ് ലെയറിലും കൂടി ഇടുന്നുണ്ട് റൈസ്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ കാഷ്യൂസും മുന്തിരിങ്ങയും ഫ്രൈഡ് ഓണിയനും ഒക്കെ ഇട്ട് വേണമെങ്കിൽ പശു നെയ്യ് മേലെ ഇടുക. പിന്നെ മല്ലിയില, പുതിന ഇല ഇടുക, ഗരം മസാല ഇടുക. പിന്നെ കുറച്ച് റോസ് വാട്ടർ, ഞാൻ കുറച്ച് റോസ് വാട്ടർ ഇടാറുണ്ട്. റോസ് വാട്ടർ ഇടണ്ടെങ്കിൽ ഇടണ്ട. കളർ യൂസ് ചെയ്യുന്ന കൂട്ടർക്ക് കളർ യൂസ് ചെയ്യാം. ഞാൻ കളർ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ലൈം ജ്യൂസ് വേണമെങ്കിൽ ലൈം ജ്യൂസ് ഇടാം. ലാസ്റ്റ് പശു നെയ്യ് ഒഴിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ദമ്മിടാം. സ്റ്റൗ ടോപ്പിൽ ഒരു പഴയ പാത്രം വെച്ച് ഒരു 15 മിനിറ്റ്സ് നല്ലോണം ചൂടാവട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ ബിരിയാണി പാത്രം അതിൻ്റെ മേലെ വെക്കുക. ഒരു 10-20 മിനിറ്റ് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് നമ്മളെ ദമ്മ് തുറക്കാം. നമ്മളെ ടേസ്റ്റി ബിരിയാണി റെഡി ടു ഈറ്റ്. ഞാൻ വോയിസ് ഓവർ ആദ്യമായിട്ട് കൊടുക്കുകയാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്കും ഒന്ന് പറയണം. താങ്ക് യു.